ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് 51.91 മുകളിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്കും 50.651 താഴേക്ക് വരികയാണ് മുകളിലേക്കുമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് ഓപ്പണായി, ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. നിഫ്റ്റി ആണെങ്കിൽ 23.709 അപ്പ് സൈഡ് ലിക്വിഡിറ്റി, 23.537 താഴേക്കാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റിൻ്റെ തൊട്ടടുത്താണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അപ്സൈഡിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ആ ഒരു ഏരിയ എക്സാക്ട്ലി അത് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ 50.609 ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എൻട്രി ഒന്നും വന്നിട്ടില്ല. നമുക്ക് ചാൻസ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ചാൻസ് വരട്ടെ. സ്റ്റിൽ നിഫ്റ്റി ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടില്ല, ബാങ്ക് മാത്രമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം 9:17 അല്ലേ? ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:29 ആയിട്ടുണ്ട്. ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി. അതുപോലെ നമുക്കൊരു എൻട്രി ഏരിയയും വന്നിട്ടുണ്ട്. മാർക്കറ്റ് ജസ്റ്റ് ഇനി കുറച്ചൊരു താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഓൾമോസ്റ്റ് 520 സംതിങ് ആണ്. അതിൻ്റെ അടുത്താണ്. ബാങ്ക് സ്ട്രൈറ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിഫ്റ്റിയിൽ എന്താ പറയുക, നിഫ്റ്റിയിൽ നമുക്കൊരു എൻട്രി നിഫ്റ്റിയിൽ കിട്ടി കഴിഞ്ഞാലും ഒരുപാട് അപ്സൈഡിലേക്ക് ടാർഗറ്റ് വെക്കാനുണ്ട്. ഇന്നത്തെ ഡേ ഹൈ വെക്കട്ടോ. ഇന്നത്തെ ഡേ ഹൈയിലാണ് ഞാൻ ഇപ്പോൾ ടാർഗറ്റ് വെച്ച്. ആ ഒരു ഡേ ഹൈ വെച്ചാൽ തന്നെ 50 പോയിന്റ്സ് റേഞ്ചിലുണ്ട് മാർക്കറ്റ്. സമയം 9:29. തൊട്ടടുത്ത് ഒരു 538 ഒരു 10 പോയിന്റ് താഴെ, 10 നേരത്തെ 530 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു 8 പോയിന്റ് കൂടെ താഴെ വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. അതായത് നമ്മൾ റെഡി ആക്കി 23,500 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മാർക്കറ്റ് ഒന്നും കൂടെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. ഇതാണ് പ്ലാൻ. വരട്ടെ, താഴേക്ക് വരട്ടെ, എൻട്രി വരട്ടെ. എൻട്രി തരാതെ മുകളിലേക്ക് പോകുകയാണോ അറിയില്ല. ഏതായാലും വരുന്നുണ്ട് വരട്ടെ. നോക്കാം. ബാങ്കും ചിലപ്പോൾ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ചെറുതായിട്ട് 1 മിനിറ്റിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 537 ആയിട്ടുണ്ട് നിഫ്റ്റി. 528 റേഞ്ചിലാണ്. 7 പോയിന്റ് 8 പോയിന്റ് കൊണ്ട് താഴെ വരട്ടെ, എൻട്രി എടുക്കാം. മുകളിലേക്ക് പോകണല്ലോ. 550 സ്റ്റിൽ അവിടെ നിന്ന് വന്നിട്ടില്ല. അവിടെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, സമയം 9:37. നമ്മുടെ നിയർലി ടാർഗറ്റ് ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്ക് എൻട്രി തന്നിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യട്ടെ 1 മിനിറ്റിൽ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരാതെ അതിൻ്റെ തൊട്ടടുത്ത് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എൻട്രി തരുന്നിട്ടില്ല. അവിടെ ടച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പ്ലാനുള്ളായിരുന്നു. പക്ഷേ എൻട്രി തരാതെ ഇന്നത്തെ ഫസ്റ്റ് 50 മിനിറ്റ്സ് ഹൈയോ ഇന്നത്തെ ഡേ ഹൈൻ്റെ അടുത്തൊക്കെ പോയി. അപ്പം ഇനി എന്താണ്, ഇനി റിസ്ക് ആണ്. നേരെ മറിച്ച് ഇന്നത്തെ ഡേ ഹൈ എടുക്കാതെ വീണ്ടും IDX എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൺസിഡർ ചെയ്യായിരുന്നു. ഇതിപ്പോൾ അപ്സൈഡ് ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തോ എക്സാക്ട്ലി ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. ടാപ്പ് ചെയ്തിട്ടില്ല അല്ലേ? ഇനിയിപ്പോൾ താഴെ വരുമ്പോൾ എടുക്കണ്ടേന്നുള്ളത്. കാരണം ഓൾറെഡി ഒരു മൊമെൻറ്റം ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. നോക്കട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാതാലും. സമയം 9:42 മാർക്കറ്റ് 9:43 മാർക്കറ്റ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഇനി എൻട്രി എടുക്കണോ? 23 നമ്മുടെ ഓൾറെഡി ഹൈ ടാപ്പ് ചെയ്തതുകൊണ്ട് എൻട്രി എടുക്കട്ടെ എന്നുള്ള കൺഫ്യൂഷൻ. ഏതായാലും ഒരു ട്രൈ ചെയ്താലൊരു എൻട്രി കോൾ ഓപ്ഷൻ ഒന്ന് ബൈ ചെയ്തോളൂ. 154 ഓക്കെ, 154.77. മാർക്കറ്റ് എത്രല്ല? മാർക്കറ്റ് താഴേക്ക് വരാനുള്ളോ? 23,525 നമുക്ക് എക്സിറ്റ് ചെയ്യായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നണം. എൻട്രി കാരണം 23,500 എക്സാക്ട്ലി 500 ആ ലെവലിനാണ് റിവേഴ്സൽ വരുന്നത്. അപ്പം ചിലപ്പോൾ അവിടെ റിവേഴ്സൽ വരുന്ന മാതിരി കാണിച്ച് 500 താഴെയുള്ള സ്റ്റോപ്പ് ലോസ് എടുക്കാനും പോസിബിലിറ്റി ഉണ്ട്. കാരണം 23,500 എന്നുള്ള ലെവൽ ഭയങ്കരമായിട്ട് ലിക്വിഡിറ്റി ഉള്ള ലെവലാണ്. അപ്പം എക്സിറ്റ് ചെയ്യായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം മാർക്കറ്റ് ബുള്ളിഷായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, 23,500 എക്സാക്ട്ലി റിവേഴ്സിൽ വന്നുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്യാതൊക്കെ. കാരണം ഓൾറെഡി അവിടെ ടാപ്പ് ലിക്വിഡിറ്റി ഡൗൺ സൈഡ് എടുത്തിട്ട് ഇന്നത്തെ ഡേ ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു മൊമെൻറ്റം കിട്ടിയതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഒരു 5 മിനിറ്റ്സിൻ്റെ ഇനി ഒരു 1 മിനിറ്റിൽ എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് കയറാം.
അതായിരിക്കും നന്നാവുക. കാരണം ഓൾറെഡി മാർക്കറ്റ് ഒരിക്കലും നേരെ നേരെ പോകില്ല, ഇങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടേ പോകുള്ളൂ. പിന്നെ താഴെയൊക്കെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്, 23,450 റേഞ്ചിലൊക്കെ ഉണ്ട്. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യും, ചാൻസ് വരട്ടെ. സമയം 10:25 ആയിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം, ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. മാർക്കറ്റ് 23,500 പുട്ട് ഓപ്ഷൻ നമുക്കൊന്ന് എന്താണ് വാങ്ങാൻ നോക്കാം. പ്രീമിയം മാർക്കറ്റ് ആ റേഞ്ചിൽ എത്തട്ടെ. 101 ഇപ്പോൾ പ്രീമിയം ഉള്ളത്. കുറച്ചും കൂടി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 101, 103, 103 റേഞ്ചിലാണ് ഇത് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ ഏരിയ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 23,500 താഴേക്ക് മാർക്കറ്റ് വന്നിട്ട് റിവേഴ്സിൽ വന്നിട്ട്, പക്ഷേ 1 മിനിറ്റിൽ നമുക്കൊരു എൻട്രി ഒന്നും അപ്സൈഡിലേക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ആണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഇനി 1 മിനിറ്റിൽ എൻട്രി തരണമെങ്കിൽ ഒരു ലിക്വിഡിറ്റിൻ്റെ താഴെ പോയാൽ നമുക്ക് മുകളിലേക്കും നോക്കാം. പക്ഷെ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് ഞാൻ ഇതുവരെ പ്രീവിയസ് ഡേൻ്റെ ലിക്വിഡിറ്റി ഏരിയ അനുസരിച്ച് ട്രേഡ് എടുത്തിട്ടില്ല. കാരണം രാവിലെ തന്നെ ട്രേഡ് നോക്കി കിട്ടിയില്ല, അത് മിസ്സായി. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇന്ന് ഞാൻ 1 മണി വരെ ഉണ്ടാവുള്ളൂ ട്രേഡ്. വന്ന് എനിക്ക് പിന്നെ വെക്കേഷൻ കഴിഞ്ഞു, മോളെ കൊണ്ടുവരാൻ പോകാണ്ട്. അപ്പോൾ ഉച്ചക്ക് പോയിട്ട് തിരിച്ചു പോരണം. അപ്പോൾ 1 മണി വരെ ഞാൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുൻപേ ഉള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ. അതിൻ്റെ മുമ്പ് കിട്ടുകയാണെങ്കിൽ നോക്കുകയുള്ളൂ. ഈ ഒരു ട്രേഡിൽ ടാർജറ്റ് അടിക്കാൻ ടൈം എടുക്കുക, അല്ലെങ്കിൽ ലേറ്റ് ആവുകയാണെങ്കിൽ ഒറ്റ ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ SL അടിക്കുകയാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ ഒരു ചാൻസ് കൂടി നമുക്ക് നോക്കാം. നമുക്ക് 98 എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി താഴെ വന്ന് അടിപൊളിയായി. ഒന്ന് സ്പൈക്ക് അടിക്കട്ടെ അവിടെ, വെയിറ്റ് ചെയ്തിട്ട് ചെയ്യല്ലേ. പ്രീമിയം കുറഞ്ഞില്ല, 98 തന്നെ, 98 ആ റേഞ്ചിൽ തന്നെയാണ്. 23,500 ഇയർലി നമ്മൾ എൻട്രി ഏരിയയിലേക്കാണ്. ഒരു സ്പൈക്ക് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. നോക്കാം. 98 തന്നെയാണ് എൻട്രി എടുക്കാതെ. നമുക്ക് എൻട്രി വന്നത് 99 അത് 90 SL അടിച്ചോ. ഒരു 10:27 എൻട്രി, 10:27 SL, 25 സെക്കൻഡാണ്, 5 സെക്കൻഡ് SL. ലിക്വിഡിറ്റി ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് എൻട്രി എടുത്താൽ മതിയായിരുന്നു. സെക്കൻഡ് ഒരു എൻട്രി കൂടി എടുക്കാമല്ലോ. ഒറ്റ എൻട്രി കൂടി ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെയിം ഏരിയ എനിക്ക് തോന്നുന്നു അവർ ടാപ്പ് ചെയ്തിട്ട് കുറച്ചും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 8 എൻട്രി കൂടി നോക്കാം. ഒരു ഏരിയ തന്നെ സെക്കൻഡ് എൻട്രിയാണ്. ഒരു SL അടിച്ച് നിൽക്കാം കേട്ടോ. ഒരു SL അടിച്ചതാണ്. ഇനി ട്രേഡിൽ കൂടി സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യുന്നത്, പിന്നെ ട്രേഡ് ചെയ്യേണ്ട. ഓക്കെ, നമുക്ക് 94.45 ഓർഡർ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഓർഡർ എടുത്തു. 96 ഉള്ളത് നോക്കാം. നമുക്ക് സെയിം ഏരിയ തന്നെ കേട്ടോ. എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. സെയിം സ്ട്രൈക്ക് തന്നെ എടുത്തത്, സെയിം ഏരിയ തന്നെ എടുത്തത്. രാവിലത്തെ ട്രേഡ് ഫസ്റ്റ് രാവിലത്തെ ട്രേഡ് ജസ്റ്റ് ചെയ്ത് ഒഴിവാക്കിയതാണ്. പിന്നെ ആ ഒരു സുഖം തോന്നിയില്ല എനിക്ക്. മാർക്കറ്റ് 23,500 താഴെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് 23,500 താഴെ വന്നിട്ടുണ്ട്. താഴെ വന്നിട്ട് റിവേഴ്സൽ വന്നു. ഇതുവരെ പ്രീവിയസ് ഡേൻ്റെ ട്രേഡ് അനുസരിച്ചിട്ട് അപ്സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇപ്പോൾ താഴേക്ക് എടുത്തത്. അപ്പോൾ ആ ട്രേഡിൽ അത്യാവശ്യം പ്രോഫിറ്റ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് നേരത്തെ ലോസ് ഉണ്ടായിരുന്നു, 2000 സംതിങ് ലോസ് ഉള്ള ട്രേഡാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1000 സംതിങ് പ്രോഫിറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് 3000 സംതിങ് പ്രോഫിറ്റിലാണ് ആ ട്രേഡ് എന്നുള്ളതാണ്. ഇന്നത്തെ ഡേ ലോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, മുകളിലേക്ക് കയറുകയും ചെയ്യാം, അപ്സൈഡിലേക്കുള്ളൊരു എൻട്രി പ്ലാൻ ചെയ്യാം നമുക്ക്. അങ്ങനെ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ സമയം 10:30 ആയിട്ടുള്ളൂ. സമയമുണ്ട്, നമുക്ക് 1 മണി വരെ സമയമുണ്ടെന്ന്. അതിന് മുമ്പ് അവസരം കിട്ടുകയാണെങ്കിൽ നോക്കുക. ടാർജറ്റ് അടിക്കാൻ അടിപൊളി. മാർക്കറ്റ് സെയിം ഏരിയ തന്നെ നമ്മൾ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പോയിന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. വരുന്നുണ്ട് 1500 സംതിങ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇത് നേരത്തെ എടുത്ത അതേ സെറ്റപ്പ് തന്നെ കേട്ടോ. ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഒറ്റ SL അടിച്ചാൽ പിന്നെ അവിടെ നിന്ന് എടുക്കാറില്ല. പക്ഷേ എനിക്കൊരു പ്രതീക്ഷ പോലെ തോന്നുന്നുണ്ട്. ഒരു ഇന്നത്തെ ലിക്വിഡിറ്റി ഒന്ന് ടാപ്പ് ചെയ്ത് താഴേക്ക് വന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ ഡയലോഗ് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ. SL അടിച്ച ഉടനെ എന്തെങ്കിലും SL അടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഒരു മാർക്കറ്റ് അവിടെ എത്തി ഒരു സെക്കൻഡ് കൂടെ ഡിലേ ആയി എൻ്റെ എൻട്രി വന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ 92, 93 എൻട്രി കിട്ടുമായിരുന്നു. എനിക്ക് അവിടെ കിട്ടിയ 99 ആദ്യത്തെ എൻട്രി. അത് ഒരു സെക്കൻഡ് കൊണ്ട് SL അടിച്ചു പോയി. ആ ഒരു സ്പൈക്ക് കണ്ടില്ല, ഒരു റെഡ് ക്യാൻഡിൽ മുകളിലേക്ക് പോയി, അതിലാണ് ആ SL പോയത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ട്രേഡും കൂടെ എടുത്ത് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ രണ്ടാമത്തെ ട്രേഡ് SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. ഓൾറെഡി 5000 സംതിങ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്, 5500. ദാറ്റ് മീൻസ് നമുക്ക് 6500, 7500, 8500, ഓൾമോസ്റ്റ് 9000 റേഞ്ചിൽ ഈ ഒരു ട്രേഡിൽ എത്തിയിട്ടുണ്ട് നമുക്ക്.
നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഏതായാലും മാർക്കറ്റ് റിവേഴ്സൽ വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ട. കാരണം നമുക്ക് 2 ട്രേഡ് എസ് എൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. കാരണം 10 ആയിട്ടുള്ളൂ, 1 മണി വരെ പിന്നെ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏതായാലും കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മാർക്കറ്റ് ഇൻ കേസ് താഴേക്ക് ഫാൾ ആവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യാം. ഈ ഒരു ട്രേഡിൽ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ 10-50 പോയിന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. മിനിമം 50 കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു ഏരിയയിൽ. നോക്കാം, നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:52 നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് നമ്മൾ എടുത്തതിനേക്കാൾ ഒരുപാട് മുകളിൽ പോയിട്ടാണ് എസ് എൽ അടിച്ചത്. നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ട്രേഡിൽ എന്താ പറയുക, കോസ്റ്റ് എക്സിറ്റ് ആണ്. കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇനി നോക്കാമല്ലോ. ഞാൻ ചാൻസ് നോക്കാം, കാരണം സമയം ഉണ്ടല്ലോ, 10:53 ചാൻസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. സമയം 11:44 നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ആവും. ഒരു ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ അനുസരിച്ചിട്ടാണ്, താഴേക്കുള്ള ട്രേഡാണ്. പക്ഷേ ചെറിയ ലോസിലാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ ഒരു ട്രേഡും കൂടെ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തത്. പ്രോപ്പർ കുറച്ചും കൂടി നല്ല രീതിയിൽ വരുമ്പോൾ 23,600 പുട്ട് ഓപ്ഷനാണ് എടുത്തിരുന്നത്. അത് പിന്നെ കോസ്റ്റ് എക്സിറ്റ് ആണ്, ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല, അപ്പോൾ തന്നെ ഇറങ്ങിയതാണ് ആ ട്രേഡിൽ. താഴേക്കല്ല, മീൻസ് താഴേക്ക് നോക്കണം, മേലേക്ക് മീൻസ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്യുന്നില്ല. 5 മിനിറ്റ്സ് ആയി ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. പിന്നെ ഇന്ന് താൽക്കാലികം ഒരു ക്രിയേറ്റ് ചെയ്തൊരു ലെവലാണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡൗൺ സൈഡ് ചെറിയൊരു ഏരിയ, പക്ഷേ ടാർജറ്റ് ഏരിയ ടാർജറ്റ് വരുന്നുണ്ട്. വീണ്ടും ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ. ഇനി മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ എസ് എൽ മിക്കവാറും അടിക്കും. എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. സമയം 11:45 ഇനി കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കുക, 1 മണി വരെ വാച്ച് ചെയ്തിരിക്കുക. ഇത് എസ് എൽ അടിച്ചാൽ ഇനി ടാർജറ്റ് തന്നെ. ഇപ്പോൾ ടാർജറ്റ് നമുക്ക് ഇപ്പോൾ ഞാൻ വെച്ച ഏരിയ വരെ ഉണ്ടാവില്ല, കാരണം വീണ്ടും ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി കുറച്ചും കൂടി താഴെ ആയിരിക്കും. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ പിന്നെ മുകളിലേക്ക് നോക്കാൻ പറ്റിയ ഏരിയ. പക്ഷേ ഈ ട്രേഡിൽ എസ് എൽ അടിച്ചാലും ടാർജറ്റ് അടിച്ചാലും ഞാൻ നോക്കില്ല, കാരണം പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല, പിന്നെ പോകുന്ന ബുദ്ധിമുട്ടാവും. അപ്പം ഇതിൽ എസ് എൽ ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ. ഈ ഒരു ട്രേഡ് നമ്മളിന്ന് ഓവറോൾ ഫസ്റ്റ് ട്രേഡ് വെറുതെ ചെയ്ത് അത് ഇന്ന് മൊത്തം വെറുതെ രാവിലെ തന്നെ ഒരു ട്രേഡ് ചെയ്ത് അത് എക്സിറ്റ് ചെയ്തതാണ്. രണ്ടാമത്തെ ട്രേഡ് ഒരു എൻട്രി പ്രോപ്പറായിട്ട് ഒന്ന് എടുത്തു. എന്നിട്ട് അപ്പ് സൈഡിലേക്ക് നമുക്ക് എൻട്രി തന്നിട്ടില്ല, ഡൗൺ സൈഡിലേക്കായിരുന്നു എൻട്രി, അത് എസ് എൽ അടിച്ചും ചെയ്തു. മൂന്നാമത്തെ ട്രേഡ് സെയിം ഏരിയ തന്നെ ഞാൻ എടുത്തു. അത് 7,000 മീൻസ് ഓൾമോസ്റ്റ് 9,000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചു. പക്ഷേ നമുക്ക് 1:5 എത്തിയിട്ടില്ല. അത് ഇന്നത്തെ ഡേ ലോ ആയിരുന്നു ടാർജറ്റ് വെച്ച്, അത് അടിച്ചിട്ടുമില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്ന് ടോട്ടൽ ഇപ്പോൾ 3 ട്രേഡ്, 5-ാമത്തെ ട്രേഡ്. അതിൽ ഫസ്റ്റത്തെ ട്രേഡ് പോട്ടെ, 1, 2, 3 മൂന്നാമത്തെ ട്രേഡ് പ്രോപ്പറായി നോക്കുകയാണെങ്കിൽ 3-ാമത്തെ ട്രേഡ് ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മാക്സിമം ആയിക്കണം. ഇനി ഇത് എസ് എൽ ആയാലും ടാർജറ്റ് ആയാലും നിർത്താം. സ്റ്റോപ്പ് ലോസ് ആയാലും എന്തായാലും നിർത്തണം, കാരണം 2 എസ് എൽ എന്നാൽ പിന്നെ വേണ്ട, എന്ന് ചെയ്യേണ്ട ടൈമുമില്ല. ഏതായാലും നോക്കാം. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയന്ന് ഒരു അഗ്രസീവ് എൻട്രി എടുത്തതാണ്. വെയിറ്റ് ആൻഡ് വാച്ച്, നമുക്ക് വാച്ച് ചെയ്യാം. ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഓൾമോസ്റ്റ് 10,000 റേഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ട് നമ്മുടെ ടാർജറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സാക്ട്ലി 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്കും നോക്കാം ഒരു ഏരിയ. നമുക്ക് തൽക്കാലം ഇത് എക്സിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ മുകളിലേക്കും താഴേക്കും നോക്കില്ല, ഞാനത് എക്സിറ്റ് ചെയ്യണുള്ളൂ. മൊബൈൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓവറോൾ ഇന്നത്തെ ദിവസം 8,000 പ്രോഫിറ്റ് ഉണ്ട്. ഒരു ട്രേഡ് എസ് എൽ, രണ്ടാമത്തെ ട്രേഡ് ടാർജറ്റും. രണ്ടാമത്തെ ട്രേഡ് സെയിം 9,000 സംതിങ് പ്രോഫിറ്റ് വന്നതാണ്. പക്ഷേ അത് ഒരു ലിക്വിഡിറ്റി ഒന്ന് ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് എക്സിറ്റ് ചെയ്യാതിരുന്നത്. ഈ ട്രേഡിൽ പ്രോപ്പർ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന ആ സ്പോട്ടിൽ എക്സിറ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നം, മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്ന മുകളിലേക്ക് പോകണുണ്ടോ, അങ്ങനെയും പ്രശ്നമുണ്ട്. പക്ഷേ ഇനി ഏതായാലും ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. എനിവേ നോക്കാം, നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 4:42. നമ്മൾ ഓൾറെഡി പിന്നെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഞാൻ ആ ഒരൊറ്റ ട്രേഡ് തന്നെ ഉള്ളൂ, രാവിലെ ചെയ്ത ട്രേഡ്സ് തന്നെ ഉള്ളൂ. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഓവറോൾ 8,055 പ്രോഫിറ്റ്. ഒരു ടാർജറ്റ് പറഞ്ഞാൽ 1:5 ഒന്നുമില്ല ഒരു എസ് എല്ലും.
ഒന്ന് പിന്നെ കോസ്റ്റ് പ്രൈസ് വെച്ചാൽ അതും 9000 റേഞ്ചിൽ പ്രോഫിറ്റ് കാണിച്ചതാണ്, പിന്നെയാണ് SL അടിച്ചത് കോസ്റ്റ് പ്രൈസിൽ. ഈ ഒരു ട്രേഡിൽ രസമല്ല, ഈ ഒരു ട്രേഡ് ഞാൻ ആദ്യം ടാർഗറ്റ് വെച്ച് ഏരിയത്തായിരുന്നു. പക്ഷേ പിന്നീട് ഇത് എൻട്രി എടുത്തതിന് ശേഷം വീണ്ടും ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ടാർഗറ്റ് മാറ്റിയത്. ഇങ്ങോട്ട് ടാർഗറ്റ് മാറ്റിയതെന്ന് വെച്ചാൽ സംഭവം ഇങ്ങോട്ട് ട്രേഡ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു 50 പോയിന്റ് അധികം ഉണ്ടായതുകൊണ്ടാണ് ട്രേഡ് എടുത്തത്. നേരെ മറിച്ച് ഇതായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ട്രേഡ് എടുക്കൂലായിരുന്നു. പക്ഷേ ട്രേഡ് എടുത്തതിനോടും കുഴപ്പമൊന്നും പറ്റില്ല, നല്ല ടാർഗറ്റ് അടിച്ച് എക്സാക്ട്ലി ആ ലിക്വിഡിറ്റി ഏരിയ വന്നു. നമുക്ക് 1:5 കിട്ടിയിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്ത് കിട്ടി. ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് നല്ല മൊമെൻറ്റം, ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നല്ല അപ്സൈഡ് മൊമെൻറ്റം തന്നെയായിരുന്നു മാർക്കറ്റിൽ മൊത്തത്തിൽ. പ്രോപ്പർ ഒരു മാർക്കറ്റ് അപ്സൈഡിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ദിവസം നോക്കുകയാണെങ്കിൽ. ബാങ്ക് നിഫ്റ്റിയും എന്താ പറയുക, അപ്സൈഡിലേക്ക് തന്നെ മൂവ്മെൻറ്റം വന്നത്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മുകളിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ബാങ്ക് നിഫ്റ്റിൻ്റെ ലെവലിൽ എക്സാക്ട്ലി പ്രീവിയസ് ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്തത് എക്സാക്ട്ലി അതിൻ്റെ താഴേക്ക് പിന്നെ ഇതുവരെ വന്നിട്ടില്ല മാർക്കറ്റ്. ആ ഒരു ലിക്വിഡിറ്റി എക്സാക്ട്ലി അവിടെ ടച്ച് ചെയ്ത് നമ്മൾ അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞ് കറക്റ്റ് ഏരിയയാണ് പോയത്. പക്ഷേ രാവിലെ ഒരു എൻട്രി തരാത്ത രീതിയിലുള്ള പ്രൈസ് ആക്ഷനാണ് മുകളിലേക്ക് പോയത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് മുകളിലേക്ക് പോയിട്ട് നിഫ്റ്റിയൊക്കെ ഇന്നത്തെ ഡേ ഹൈ എടുത്തതിന് ശേഷം അവിടെ എൻട്രി, അതുകൊണ്ട് ഇവിടെയും കൺസിഡർ ചെയ്തില്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഒരു എൻട്രി പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മളെന്താണ് ആ ഒരു സമയത്ത് തന്നെയാണ് പുട്ട് ഓപ്ഷനും താഴേക്ക് നിഫ്റ്റിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിഫ്റ്റി മാത്രമേ ട്രേഡ് എടുത്തിട്ടുള്ളൂ. എനിവേ നമുക്ക് എന്താണ് നാളെ നോക്കാം ഇനി അല്ലേ. നാളെ പുതിയ വർഷമാണ്, ന്യൂ ഇയർ ആണ്, ഒരുപാട് പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരിക. ട്രേഡിങ്ങിൽ എന്തൊക്കെയാണ് നിങ്ങൾ 2024 ചെയ്ത ഫാൾട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് കറക്റ്റ് ചെയ്യാൻ തോന്നുന്നതെന്നൊക്കെ ഇന്ന് മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ട് നാളെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ഇപ്പം ഈ ജേണൽ എഴുതലേ ഇല്ല. ജേണൽ ആദ്യത്തെ ഒരു വർഷം അടിപൊളിയായിട്ട് എഴുതിയിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഒരു സ്കില്ല് കിട്ടിയ പോലെ ഞാൻ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്ഡേറ്റ് ചെയ്യുക വെച്ചാൽ എന്തെങ്കിലും ഞാൻ എന്തിനാണ് മെയിനായിട്ട് ജേണൽ എഴുതുന്നതെന്ന് വെച്ചാൽ എനിക്ക് വരുന്ന ട്രേഡിങ്ങിൽ വരുന്ന മാറ്റങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ചേഞ്ചസ് മാർക്കറ്റ് എങ്ങനെ ബിഹേവിയറൽ ചേഞ്ചസ് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അധികം എഴുതിക്കാറുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കാലമായിട്ട് എഴുതി വെക്കാതെ തന്നെ എനിക്ക് മൈൻഡിലേക്ക് വരാറുണ്ട് കുറേയൊക്കെ. അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ മാർക്കറ്റിൽ കുറച്ചായിട്ട് ഇങ്ങനെ കാണുന്നതിനൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ പഠിച്ചത്. പിന്നെ പക്ഷേ ഞാൻ 2025 മുതലേ എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി കറക്റ്റായിട്ട് എൻട്രി എടുത്ത ഏരിയ, എക്സിറ്റ് എടുത്ത ഏരിയ, റീസൺ എന്താണ്, എന്തെങ്കിലും മാർക്കറ്റിൽ വന്ന മാറ്റം, അങ്ങനത്തെ ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ഒരു ബെറ്റർ ആവണമല്ലോ ട്രേഡിങ്ങിൽ. ആ ഒരു ഫാൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് കാലമായിട്ട്. കുറച്ചൊരു ലേസിനെസ് മാർക്കറ്റിൽ ശരിയായിട്ട് എനിക്കറിയാം ഞാൻ കുറേ കാലമായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു തോന്നൽ ഉണ്ടാവാറുണ്ട് മാർക്കറ്റിൽ ഇങ്ങനെ ബിഹേവിയർ ചെയ്തതൊക്കെ പറയും. പക്ഷേ നമ്മൾ എഴുതി വെക്കുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി ഒരു നന്നാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ചും കൂടി ഒരു ഓർമ്മ കിട്ടും എന്തൊക്കെയാണ് മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എൻ്റെ എടുത്തത് എവിടെയാണ് ഫാൾട്ട്, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാനും യൂസ്ഫുൾ ആവും. അപ്പം ആ ഒരു ചേഞ്ചസ് ഞാൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു.